പാസ്പോർട്ട്, പാൻ കാർഡ്, ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും അടുത്തോ? എങ്കിൽ ഇനി അത് വേണ്ട. എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു. എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ. വോട്ടർ ID, FSSAI സേവനങ്ങൾ, PF ജീവൻ പ്രമാൺ, പരിവാഹൻ ഉദ്യം ലോൺ, ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ, ഗ്രാന്റ്സ്, NSP സേവനങ്ങൾ, ഇൻഷുറൻസ് പേയ്മെന്റ്, ബസ്, ഫ്ലൈറ്റ്, റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ്, ഉംറ സർവീസ്, ട്രാവൽ പാക്കേജ്, ഓവർസീസ് എഡ്യൂക്കേഷൻ, HDFC ബാങ്കിംഗ് സർവീസ്, K-സ്മാർട്ട് സേവനങ്ങൾ, ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു. ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക. കോൺടാക്ട് നമ്പർ 8330846476 9895549683. നിരോധിത വലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം വൈപ്പിനിൽ സംഘർഷം. നിരോധിത വലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയ പെയർ ട്രോളിംഗ് ബോട്ടുകളെ മത്സ്യത്തൊഴിലാളികൾ പിടിച്ച് വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷനിലെത്തിക്കുകയും പൈലാജിക് വലകളുമായി ഗോഷ്ഠിപാലം ഉപരോധിക്കുകയും ചെയ്ത് സംഘർഷത്തിനിടയാക്കി. കടൽ സമ്പത്ത് പൂർണ്ണമായി നശിപ്പിക്കുന്ന പൈലാജിക് ബോട്ടുകളുടെ മത്സ്യബന്ധനം KMRF ആക്ട് പ്രകാരം സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നിരോധിച്ചിട്ടുള്ളതാണെങ്കിലും കൊല്ലം, നീണ്ടകര, കൊച്ചി, മുനമ്പം, ബേപ്പൂർ എന്നീ പ്രധാനപ്പെട്ട ഹാർബറുകളിൽ നിന്നും നൂറുകണക്കിന് ബോട്ടുകളാണ് പൈലാജിക് മത്സ്യബന്ധനം നടത്തുന്നത്. ഇതുമൂലം കേരളത്തിലെ തീരക്കടലിൽ മത്സ്യസമ്പത്ത് ഇല്ലാതാവുകയും മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലാകുകയും ചെയ്തതോടെയാണ് തീരക്കടൽ മത്സ്യബന്ധനം നടത്തിയ പെയർ ട്രോളിംഗ് ബോട്ടുകളെ മത്സ്യത്തൊഴിലാളികൾ പിടിക്കുകയും പണിമുടക്കി അപ്രഖ്യാപിത സമരമുഖത്തേക്ക് ഇറങ്ങിയതും. മത്സ്യബന്ധന മേഖല ഏറെ പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കേരളത്തിൽ വർക്ക് ചെയ്ത 3500 ട്രോളിംഗ് ബോട്ടുകളിൽ 1000-ന് മുകളിൽ ട്രോളിംഗ് ബോട്ടുകൾ സംസ്ഥാന സർക്കാർ KMFR ആക്ടിലൂടെ നിരോധിച്ചിരിക്കുന്ന പെലാജിക് വലകൾ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം കേരളത്തിൻ്റെ തീരക്കടൽ ഉഴുതുമറിക്കുകയാണ്. കടൽ ഉഴുതുമറിക്കുന്നത് മൂലം കേരളത്തിലെ മത്സ്യസമ്പത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചത് മേഖലയിൽ വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഏതാണ്ട് നമുക്കറിയാം, മത്സ്യത്തൊഴിലാളി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളാണ് മത്സ്യത്തൊഴിലാളി സമൂഹത്തിനേറെ പ്രതീക്ഷ നൽകുന്ന സീസൺ മാസം. ഏതാണ്ട് ആഗസ്റ്റ് പകുതി കഴിഞ്ഞിട്ടും കേരളത്തിൻ്റെ മത്സ്യബന്ധന മേഖല ദുരിതത്തിലേക്ക് പോവുകയാണ്. ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്താണ് മത്സ്യത്തൊഴിലാളികളും കടം വാങ്ങിയാണ് ഈ മേഖലയിൽ തൊഴിലുപകരണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പണി കിട്ടാതെ ഡീസൽ വില വർധനവ് മൂലം ലക്ഷക്കണക്കിന് രൂപ കടക്കണിയിലേക്കുമായ ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം പെലാജിക് ട്രോളിംഗ് ബോട്ടുകൾ തലങ്ങും വിലങ്ങും നമ്മുടെ തീരക്കടൽ ഉഴുതുമറിച്ച് കേരളത്തിലെ മത്സ്യസമ്പത്ത് അന്യമാക്കിയത് കൊണ്ടാണ്. ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് കൊച്ചിയിൽ നടന്നിരിക്കുന്നത്. ഏതാണ്ട് കൊച്ചി കേന്ദ്രീകരിച്ച് മത്സ്യബന്ധനം നടത്തുന്ന ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോയിട്ട് മത്സ്യം കിട്ടാതെ വന്ന സാഹചര്യത്തിൽ തങ്ങളുടെ പ്രതിഷേധമെന്ന നിലയിൽ ഫിഷറീസ് വകുപ്പിന്റെ അനാസ്ഥ മൂലമാണ് മത്സ്യത്തൊഴിലാളികൾ സമരമുഖത്തേക്ക് ഇറങ്ങേണ്ടി വന്നതെന്ന് മത്സ്യത്തൊഴിലാളി നേതാവ് ജാക്സൺ പൊള്ളയിൽ പറഞ്ഞു. PJ ആന്റണി, PV വിജയൻ, ജെയ്സൺ കുറ്റിപ്പുറത്ത്, ആന്റണി കുരിശിങ്കൽ, മുരളി എന്നിവർ സംസാരിച്ചു. പോലീസും ഫിഷറീസ് ഉദ്യോഗസ്ഥരും മത്സ്യത്തൊഴിലാളികളും ചർച്ച നടത്തി. കടലിൽ പെലാജിക് മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്ന നൂറുകണക്കിന് ബോട്ടുകളെയാണ് പിടിക്കാൻ ഓടിച്ചിടുകയും അതിലേതാണ്ട് 2-3 ബോട്ടുകളെ മത്സ്യത്തൊഴിലാളികൾ പിടിച്ചു കെട്ടി കൊച്ചി ഫിഷറീസ് വൈപ്പിൻ ഹാർബറിൽ കൊണ്ടുവരികയും ഫിഷറീസ് എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തെ ഏൽപ്പിക്കുകയും തങ്ങളുടെ പ്രതിഷേധമെന്ന നിലയിൽ ആ പെലാജിക് വലകൾ, ആ ബോട്ടിലുണ്ടായിരുന്ന പെലാജിക് വലകളുമായിട്ട് ഗോശ്രീ പാലം ഉപരോധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇത് പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ പോലും മത്സ്യത്തൊഴിലാളി സമൂഹം പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ അവൻ സ്വയം തീരുമാനമെടുത്ത് ഒരു സംഘടനയുടെ ആഹ്വാനമില്ലാതെ, ഒരു നേതാവിൻ്റെ ആഹ്വാനമില്ലാതെയാണ് ഇന്ന് മത്സ്യത്തൊഴിലാളികൾ പണിമുടക്കി വൈപ്പിൻ ഗോശ്രീ പാലം ഉപരോധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറിയത്. ഒരുപക്ഷെ നാളെ മുതൽ ഈ സമരമുഖം കേരളത്തിലെ എല്ലാ ഹാർബറുകളും കേന്ദ്രീകരിച്ചും മത്സ്യത്തൊഴിലാളി സമൂഹം ഏറ്റെടുക്കും. കാരണം അത്രയ്ക്ക് ദുരിതപൂർണ്ണമായി കഴിഞ്ഞു തീരദേശം. പണിയില്ല, വറുതിയിലേക്ക് നീങ്ങുന്നു. സംസ്ഥാന ഫിഷറീസ് വകുപ്പാണെങ്കിൽ നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നു. അവര് ഇപ്പോഴും മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ പേരിൽ ഈ ദുരിതക്കയത്തിലായ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് ഉപരോധ സമരം പിൻവലിച്ചത്. ന്യൂസ് ബ്യൂറോ, വൈപ്പിൻ.